പുട്ടുണ്ടാക്കാനൊരു എളുപ്പ വഴി ഇതാ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വലിയ കാക്കൻ്റെ വൈഫ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കണമെന്ന് ഇതിൻ്റെ മുന്നേ ഞാൻ പോയപ്പോൾ കണ്ടിന്. പിന്നെ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് തോന്നിയില്ലേനു. പിന്നെ ഇപ്പോൾ ഞാൻ കുക്കറിൻ്റെ മേലെ ഒറ്റ പുട്ടുണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ചിരട്ടപ്പുട്ട് പോലുള്ള ഒരു പാത്രം ഉണ്ടാവില്ല, അതിലാണേ പുട്ടുണ്ടാക്കൽ. അപ്പോൾ കുറേ ടൈം എടുക്കും. പുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് നോക്കിയതേനു. അപ്പോൾ സക്സസ് ആയപ്പോൾ വീഡിയോ എടുത്തതാണ്. ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കൈമലേക്കൊന്ന് ജസ്റ്റ് തട്ടി വെക്കുക. എന്നിട്ട് നേരെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിലേക്ക് അങ്ങനെ വെച്ചെടുത്താൽ മതി. 4 എണ്ണമൊക്കെ ഒരുമിച്ചാക്കുക. അതുമല്ല പെട്ടെന്ന് കാര്യം കഴിയുന്നുണ്ട്, പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണെന്നേനു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതേപോലെ. അപ്പോൾ അതിൽ കുറേ ആൾക്കാരിങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ചുടൽ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വീഡിയോ ആക്കി തന്നെ ഇട്ട് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിറ്റേന്നുണ്ട് ഒരു ഫ്രണ്ട് പുട്ട് ഇതേപോലെ ചുട്ടിട്ട് വലിയ സന്തോഷമായി. പെട്ടെന്ന് ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ പോകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ ചുട്ടിട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചു. അവരും ഇതേപോലെ മുമ്പ് വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞ്. വാഴൻ്റെ ഇല ഇങ്ങനെ കുമ്പിള് പോലെ ആക്കിയിട്ട് അതിൽ വെക്കുക. പക്ഷേങ്കിൽ അത് എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല, അത് പൊട്ടിപ്പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് അങ്ങനത്തെ പൊട്ടി പോകുന്ന പ്രശ്നമൊന്നുമില്ല. വെക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തട്ടിപ്പോയാലേ ഉള്ളൂ. അതേപോലെ തിരിച്ചെടുക്കുമ്പോഴും അങ്ങനെ സൂക്ഷിച്ചെടുത്താൽ മതി. അതാ അവസാനത്തെ തട്ടിപ്പോയി. ഇത് ഞാൻ വെക്കുമ്പോൾ തട്ടിപ്പോയി കേട്ടോ. അത് പൊട്ടിയ